വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മിസ്സിന്റെ പേര് അനുശ്രീ എന്നാണ്. അപ്പോൾ 6ാം ക്ലാസ്സിലെ മക്കൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണോടാ? നിങ്ങളുടെ ബേസിക് സയൻസിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും മിക്സ് ആൻഡ് സെപ്പറേറ്റ്, അഥവാ ചേർക്കാം പിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി പാഠം നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഈ ചാപ്റ്ററിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞു ടോപ്പിക് ആയിട്ടാണ് അതാ മിസ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ ഏതാണ് ടോപ്പിക് എന്ന് അറിയണ്ടേ? ഏതാണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ്, ലായനികൾ പലതരം. പലതരം ലായനികൾ, പലതരം സൊല്യൂഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഇതായി ഒരു കുഞ്ഞു വീഡിയോയിലൂടെ പഠിക്കാൻ പോണത്. അപ്പൊ നിങ്ങൾ റെഡി അല്ലേ മക്കളെ? റെഡി അല്ലേ? പഠിക്കാൻ റെഡി ആണോ? ഇങ്ങനെ നോക്കിക്കേ, മിസ് ഇതാ ഇവിടെ ഒരു ഷുഗർ സൊല്യൂഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. എന്താണ് ഷുഗർ സൊല്യൂഷൻ അഥവാ പഞ്ചസാര ലായനി? എങ്ങനെയാണ് നമ്മൾ പഞ്ചസാര ലായനി അഥവാ ഷുഗർ സൊല്യൂഷൻ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇതാ നമ്മൾ ഇങ്ങനെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തു, പിന്നെ അതിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്തു? ഷുഗർ അഥവാ പഞ്ചസാര ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിയ സമയത്ത് ആ പഞ്ചസാര ആ വെള്ളത്തിൽ ലയിച്ചു. അതെന്തായിട്ട് മാറി? പഞ്ചസാര ലായനി അഥവാ ഷുഗർ സൊല്യൂഷൻ ആയിട്ട് മാറി അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും ഇവിടെ ഏറ്റവും കൂടുതൽ അളവിൽ നമ്മൾ എടുത്തത് ആരെയാണ്? വാട്ടർ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ അളവിൽ എടുത്തിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോൾവെന്റ് അഥവാ ലായകം എന്ന് പറയുന്നത്. സോൾവെന്റ് അഥവാ ലായകം, അതാണ് അളവിൽ കൂടുതലായിട്ടുള്ളത്. ഇനി ആ വെള്ളത്തിലേക്കാണ് നമ്മൾ ആരെ ആഡ് ചെയ്യുന്നത്? പഞ്ചസാര അഥവാ ഷുഗർ ആഡ് ചെയ്യുന്നത്. അത് നമ്മൾ വെള്ളത്തിന്റെ അത്ര അളവിൽ എടുക്കാറുണ്ടോ? ഇല്ല, കുറച്ചേ നമ്മൾ എടുക്കാറുള്ളൂ അല്ലെ? അപ്പൊ നമ്മൾ അതിലേക്ക് എന്ത് ആഡ് ചെയ്തു? ഷുഗർ ആഡ് ചെയ്തു. അതാണ് അവിടുത്തെ സൊല്യൂട്ട് അഥവാ ലീനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സൊല്യൂഷനിലുള്ള രണ്ടാളുകൾ ആരൊക്കെയാണ്? ലീനുണ്ട്, ലായകമുണ്ട്. അഥവാ സൊല്യൂട്ട് ഉണ്ട്, സോൾവെന്റ് ഉണ്ട്. ആ സൊല്യൂട്ടും സോൾവെന്റും കൂടെ ചേർന്നിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? നമ്മുടെ സൊല്യൂഷൻ ലായനി ഉണ്ടായിട്ടുള്ളത് അല്ലേ മക്കളെ? അപ്പൊ നോക്കിക്കേ, ഇത് പലതരത്തിലുണ്ടെന്നാണ് പറയണത്. അപ്പൊ അതാണ് നമ്മൾ പഠിക്കാൻ പോണത്. അപ്പൊ ഷുഗർ സൊല്യൂഷൻ എങ്ങനെയാണ് ഉണ്ടായതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നമ്മുടെ ലീനും ലായകം കൂടെ ചേർന്ന് അഥവാ സൊല്യൂട്ടും സോൾവെന്റും കൂടെ ചേർന്നിട്ടാണ് അവിടെ എന്തുണ്ടായിട്ടുള്ളത്? ഷുഗർ സൊല്യൂഷൻ ഉണ്ടായിട്ടുള്ളത്. ഇനി എന്താണ് സൊല്യൂഷന്റെ പ്രത്യേകത? ആൾ സൊല്യൂഷൻസ് ആർ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്. എല്ലാ ലായനികളും എങ്ങനെയാണ്? ഏകാത്മക മിശ്രിതങ്ങളാണ്. അപ്പൊ ഇവിടെ നമ്മളിങ്ങനെ ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കി. നിങ്ങൾ ഇവിടുന്ന് എടുത്ത് കുറച്ച് ടേസ്റ്റ് നോക്കിക്കഴിഞ്ഞാലും ഇതിന്റെ അടിഭാഗത്ത് നിന്ന് എടുത്ത് കുറച്ച് ടേസ്റ്റ് നോക്കിക്കഴിഞ്ഞാലും ഈ ഗ്ലാസിന്റെ ഏത് ഭാഗത്ത് നിന്ന് നിങ്ങൾ ഒരു സ്പൂൺ എടുത്ത് ടേസ്റ്റ് നോക്കിക്കഴിഞ്ഞാലും അതിന് ഒരേ ടേസ്റ്റ് അല്ലേ നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുള്ളത്? അല്ലെങ്കിൽ ഈ ഭാഗത്ത് കുറച്ച് മധുരം കുറവാണ്, ഇവിടെ കുറച്ച് മധുരം കൂടുതലാണ്, അങ്ങനെ തോന്നാറുണ്ടോ? ഇല്ല അല്ലെ? എല്ലാ ഭാഗത്തും ഒരേ രുചിയാണ് നമുക്ക് അനുഭവപ്പെടാറുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? സൊല്യൂഷൻസ് ആർ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്, ഏകാത്മക മിശ്രിതങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്താണ് മക്കളെ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഇഫ് എ മിക്സ്ചർ എക്സിബിറ്റ് സെയിം പ്രോപ്പർട്ടി ത്രൂ ഔട്ട്, ദാറ്റ് മിക്സ്ചർ ഈസ് കോൾഡ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്. അഥവാ ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ അത്തരം മിശ്രിതത്തെ നമ്മൾ എന്ത് പറയും? ഏകാത്മക മിശ്രിതം എന്ന് പറയൂല്ലേ? നമ്മുടെ ഷുഗർ സൊല്യൂഷൻ അല്ലെങ്കിൽ ഷുഗർ സൊല്യൂഷന് പകരം നമുക്ക് സാൾട്ട് സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാലും എല്ലാ ഭാഗത്തും നമുക്ക് ഒരേ ഗുണങ്ങളായിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നുണ്ടായിരിക്കുക. അങ്ങനെയുള്ള സൊല്യൂഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് അഥവാ ഏകാത്മക മിശ്രിതം എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? എല്ലാ സൊല്യൂഷൻസും എന്താണ്? ഹോമോജീനിയസ് ആണ്, ഏകാത്മക മിശ്രിതങ്ങളാണ്. ഇനി അല്ലാത്തത് ഏതാണ്? ഭിന്നാത്മക മിശ്രിതം. അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. ഭിന്നാത്മക മിശ്രിതത്തിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ ഓരോ ഭാഗത്തും ഓരോ ഗുണങ്ങളാണ് അല്ലെ? ഇപ്പൊ മുകളിൽ നിന്ന് എടുക്കുമ്പോൾ സ്ട്രോബെറി ആണെങ്കിൽ ഇവിടെ താഴെ നിന്ന് എടുക്കുമ്പോൾ അവിടെ വേറൊരു എസെൻസ് ആയിരിക്കും, വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഓരോ ഭാഗത്തും പല 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 ടേസ്റ്റുകൾ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അങ്ങനെയുള്ളതിനെ നമ്മൾ ഭിന്നാത്മക മിശ്രിതം അഥവാ ഹെട്രോജീനിയസ് മിക്സർ എന്ന് പറയും. അപ്പൊ നമ്മുടെ ഈ റോയൽ ഫലൂദയൊക്കെ എന്തിനുള്ള എക്സാമ്പിൾ ആണ്? ഹെട്രോജീനിയസ് മിക്സ്ചറിനുള്ള എക്സാമ്പിൾ ആണ്. പക്ഷെ ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സിനെ കുറിച്ചല്ല നമ്മൾ പഠിക്കുന്നത്. എന്താണ്? സൊല്യൂഷൻസ്, പലതരം സൊല്യൂഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോണത് അല്ലേ? അപ്പൊ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഓൾ സൊല്യൂഷൻസ് ആർ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്. എല്ലാ ലായനികളും എന്താണ്? ഏകാത്മക മിശ്രിതങ്ങളാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എല്ലാ ഭാഗത്തും അവർക്ക് ഒരേ പ്രോപ്പർട്ടി ആയിരിക്കും, ഒരേ ഗുണങ്ങളായിരിക്കും. നമ്മുടെ ഫലൂദ പോലെ വ്യത്യസ്ത ഗുണങ്ങളായിരിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇതാ ഇവിടെ നോക്കിക്കേ, ഇത് മിസ്സിന്റെ നമ്മുടെ ഷുഗർ സൊല്യൂഷൻ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്ക് എന്താ ആഡ് ചെയ്തത്? ഷുഗർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അതൊരു ലിക്വിഡ് അഥവാ ദ്രാവകമാണ് അല്ലെ? ലിക്വിഡ് അഥവാ എന്താണ്? ദ്രാവകമാണ്. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന പഞ്ചസാര, ഷുഗർ എന്ന് പറയുന്നത് സോളിഡ് ആണ് അഥവാ
ഖരരൂപത്തിലാണുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള വെള്ളത്തിലേക്ക് സോളിഡ് ആയിട്ടുള്ള ഷുഗർ ആണ് നമ്മൾ ആഡ് ചെയ്തത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഏത് രൂപത്തിലാണുള്ളത്? ലിക്വിഡ് അഥവാ ദ്രാവക രൂപത്തിൽ തന്നെയാണ് നമ്മുടെ ഷുഗർ സൊല്യൂഷൻ ഉള്ളത് അല്ലെ. അപ്പൊ മിസ് നിങ്ങളോട് ചോദിക്കട്ടെ, എല്ലാ സൊല്യൂഷൻസും ഇങ്ങനെ ലിക്വിഡ് രൂപത്തിലായിരിക്കോ, ദ്രാവക രൂപത്തിലാണോ ഉള്ളത്? ആണോ? അല്ല. സൊല്യൂഷൻസ് ഓൾസോ എക്സിസ്റ്റ് ഇൻ സോളിഡ് ആൻഡ് ഗാഷിയസ് സ്റ്റേറ്റ്. ഖരരൂപത്തിലും വാതക രൂപത്തിലുള്ള സൊല്യൂഷൻസും നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സോളിഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടിട്ടുണ്ടോ? ഗ്യാസ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടിട്ടുണ്ടോ? ഖരാവസ്ഥയിലും വാതകാവസ്ഥയിലുമുള്ള ലായനികളും ഉണ്ട്. നമ്മളിങ്ങനെ ഷുഗർ സൊല്യൂഷനും സാൾട്ട് സൊല്യൂഷനും ഒക്കെ പഠിച്ചതുപോലെ ലിക്വിഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് മാത്രമല്ല, സോളിഡ് ആയിട്ടും ഗ്യാഷ്യസ് ആയിട്ടും ഒക്കെയുള്ള സൊല്യൂഷൻസ് ഉണ്ട്. അത് അങ്ങനെയുള്ള സൊല്യൂഷൻസ് ആണ് നമ്മളിതായി ഒരു കുഞ്ഞു വീഡിയോയിലൂടെ പഠിക്കാൻ പോണത്. അപ്പൊ എല്ലാവരും റെഡിയാണോ? എങ്കിൽ ഇത് ആദ്യം തന്നെ നോക്കിക്കേ, ഇത് ആരാണ്? നമ്മുടെ ബ്രാസ് അഥവാ നമ്മള് പിച്ചള എന്നൊക്കെ പറയൂലേ. ആ പിച്ചള എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ ആണ്. ആ പിച്ചളയിൽ ആരൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? അപ്പൊ നമ്മൾ പഞ്ചസാര സൊല്യൂഷൻ, നമ്മുടെ ഷുഗർ സൊല്യൂഷനിൽ പഞ്ചസാരയും വെള്ളവും ഉള്ളത് പോലെ നമ്മുടെ ബ്രാസ് അഥവാ പിച്ചളയിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് അറിയണ്ടേ? യെസ്, പിച്ചളയിലുള്ളതാണ് ഒന്ന് സിങ്ക്, അതേപോലെ മറ്റൊന്ന് കോപ്പർ. ഈ സിങ്കും കോപ്പറും കൂടെ ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ ബ്രാസ് അഥവാ പിച്ചള ഉണ്ടാവുന്നത്. ഈ സിങ്ക് എന്ന് പറയുന്നത് എന്താണ്? സോളിഡ് രൂപത്തിലാണ്. കോപ്പർ എന്ന് പറയുന്നത് ഏത് രൂപത്തിലാണ്? സോളിഡ്, ഖരാവസ്ഥയിലാണുള്ളത്. അത് രണ്ടുപേരും കൂടെ ചേർന്നിട്ടുണ്ടാവുന്ന നമ്മുടെ ബ്രാസ് എന്ന് പറയുന്ന ആള്, നമ്മുടെ പിച്ചള എന്ന് പറയുന്ന ആളും ഏത് രൂപത്തിലാണ്? സോളിഡ് അഥവാ ഖരാവസ്ഥയിലുള്ള ഒരു സൊല്യൂഷൻ ആണ്. മനസ്സിലായോ? അപ്പൊ ലിക്വിഡ് രൂപത്തിൽ മാത്രമല്ല, ഖരാവസ്ഥയിലും എന്തുണ്ട്? സൊല്യൂഷൻസ് ഉണ്ട്. അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ബ്രാസ്, പിച്ചള എന്ന് പറയുന്നത്. സിങ്ക് എന്ന് പറയുന്ന സോളിഡും കോപ്പർ എന്ന് പറയുന്ന സോളിഡും കൂടെ ചേർന്നിട്ടാണ് ബ്രാസ് എന്ന് പറയുന്ന ഒരു സോളിഡ് സൊല്യൂഷൻ ഉണ്ടാവുന്നത്. മനസ്സിലായോ? ഇനി അടുത്ത ആളെ നോക്കിക്കേ, സോഡ. നിങ്ങൾക്ക് കുടിക്കാനൊക്കെ ഇഷ്ടമുണ്ടായിരിക്കും. നിങ്ങളൊക്കെ കുടിക്കുന്ന സംഭവമാണ് എന്ത്? സോഡ എന്ന് പറയുന്നത്. ആ സോഡ ഒരു സൊല്യൂഷൻ ആണ്. ആ സോഡയിൽ ആരൊക്കെയാണുള്ളത്? വാട്ടർ ഉണ്ട്, നമ്മുടെ ജലമുണ്ട്. അത് ഏത് രൂപത്തിലാണ്? ലിക്വിഡ് ആണെന്ന് നമുക്കറിയാം. പിന്നെ ആ വെള്ളത്തിലേക്ക് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ മിക്സ് ചെയ്ത് കംപ്രസ് ചെയ്ത് ഹൈ പ്രഷറിൽ വെക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? സോഡ ഉണ്ടാവുന്നത് അല്ലെ. ആ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഏത് രൂപത്തിലാണ്? ഗ്യാസ് അഥവാ വാതക രൂപത്തിലാണ്. അപ്പൊ നമ്മൾ ഈ ലിക്വിഡിലേക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ ദ്രാവകാവസ്ഥയിലുള്ള ജലത്തിലേക്ക് നമ്മൾ വാതകാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ കിട്ടുന്ന സോഡ വാട്ടർ, അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഈ സോഡ ഏത് രൂപത്തിലാണുള്ളത്? ലിക്വിഡ് ആയിട്ട് തന്നെയാണുള്ളത് അല്ലെ. ലിക്വിഡ് ആയിട്ട് തന്നെയാണ്. നിങ്ങൾ സോഡ ബോട്ടിലൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പതയും ബബിൾസ് ഒക്കെ വരുന്ന കണ്ടിട്ടുണ്ടായിരിക്കും. എന്താണത്? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്. നമ്മൾ ഹൈ പ്രഷറിൽ അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. തുറക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വരുമ്പോഴാണ് നിങ്ങൾ ഈ ബബിൾസ് ഒക്കെ ആയിട്ട് ഈ നൊരയും പതയൊക്കെ പുറത്ത് വരുന്നത് നിങ്ങൾ കാണുന്നത്. അപ്പൊ നമ്മുടെ വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ ചേർന്നിട്ടാണ് സോഡ എന്ന് പറയുന്ന സൊല്യൂഷൻ ഉണ്ടാവുന്നത്. അതിൽ വാട്ടർ ലിക്വിഡ് ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഏതാണ്? ഗ്യാസ് രൂപത്തിലാണ്. സോഡ ഏത് രൂപത്തിലാണ്? ലിക്വിഡ് രൂപത്തിലാണ് അല്ലെ. മനസ്സിലായോ? ഇനി അടുത്തൊരു സൊല്യൂഷനെ പരിചയപ്പെടാം. ഗ്ലിസറിൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഗ്ലിസറിൻ വെള്ളത്തിൽ ലയിച്ചത്. ഇവിടെ ഗ്ലിസറിൻ കാണിച്ചിട്ടുണ്ട്. ഗ്ലിസറിൻ എന്ത് രൂപത്തിലാണ്? ലിക്വിഡ് രൂപത്തിൽ തന്നെയാണുള്ളത്, ദ്രാവകാവസ്ഥയിൽ തന്നെയാണുള്ളത്. നമ്മുടെ ജലം, വാട്ടർ ഏത് രൂപത്തിലാണ്? അതും ലിക്വിഡ് രൂപത്തിലാണ്. അപ്പൊ രണ്ട് ലിക്വിഡുകളെ മിക്സ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടുന്ന സൊല്യൂഷനും എന്താണ്? ലിക്വിഡ് രൂപത്തിലാണുള്ളത്. അതാണ് നമ്മുടെ ഗ്ലിസറിൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഗ്ലിസറിൻ വെള്ളത്തിൽ ലയിച്ചത്. അതും ഒരു സൊല്യൂഷനുള്ള എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് വൺ നോക്കിക്കോളൂ, എയർ അഥവാ വായു. നമ്മുടെ ചുറ്റുമുള്ള വായു അല്ലെ, നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വായു. എന്താണ് വായുവിന്റെ പ്രത്യേകത? അതിൽ ആരൊക്കെയുണ്ട്? അതിനകത്ത് നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്, വാട്ടർ വേപ്പർ ഉണ്ട്. അങ്ങനെ കുറെ ആളുകൾ ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ എയർ അഥവാ വായു എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ കുറെ ആളുകൾ ഉണ്ട്. അപ്പൊ അതൊരു മിക്സ്ചർ ആണ്, ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. അപ്പൊ എയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സൊല്യൂഷൻ ആണ്. പക്ഷെ അത് ഏത് രൂപത്തിലുള്ളതാണ്? ഗ്യാസ് രൂപത്തിലുള്ളതാണ് അല്ലെ. ഗ്യാസ് രൂപത്തിലുള്ള സൊല്യൂഷൻ ആണ് നമ്മുടെ എയർ എന്ന് പറയുന്നത്. അതിൽ കുറെ ഗ്യാസസ് എന്ത് ചെയ്തിട്ടുണ്ട്? മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നമ്മുടെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ലിക്വിഡ് രൂപത്തിലോ സോളിഡ് രൂപത്തിൽ, ലിക്വിഡ് രൂപത്തിൽ മാത്രമല്ല സോളിഡ് രൂപത്തിലും അതേപോലെ ഗ്യാസ് രൂപത്തിലും ആരുണ്ട്? നമ്മുടെ സൊല്യൂഷൻസ് ഉണ്ട്. മിസ് ഒന്നും കൂടെ പറയാം. ബ്രാസിൽ നമ്മുടെ പിച്ചള, അതിൽ ആരൊക്കെയാണുള്ളത്? സിങ്ക് ഉണ്ട്, കോപ്പർ ഉണ്ട്. നെക്സ്റ്റ് വൺ സോഡയാണ്. സോഡയിൽ ആരൊക്കെ അടങ്ങിയിട്ടുണ്ട്? വാട്ടർ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. പിന്നെ ഗ്ലിസറിൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഗ്ലിസറിൻ വെള്ളത്തിൽ ലയിപ്പിച്ചതിൽ ആരൊക്കെയാണ്? ഗ്ലിസറിൻ ഉണ്ട്,
വാട്ടർ അഥവാ ജലമുണ്ട്. ലാസ്റ്റ് വൺ എയർ. എയറിൽ ആരൊക്കെയാണുള്ളത്? നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ വേപ്പർ എക്സെട്ര. ഇത്രയും ആളുകൾ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ എയർ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം എന്താണ്? പലതരം സൊല്യൂഷൻസ് ആണ്. സോളിഡ് ആയിട്ടുള്ളത് മാത്രം, ലിക്വിഡ് ആയിട്ടുള്ളത് മാത്രമല്ല, സോളിഡ് ആയിട്ടും ഗ്യാസ് ആയിട്ടും ഖരരൂപത്തിലും വാതക രൂപത്തിലും ഒക്കെ എന്തുണ്ട്? ലിക്വിഡ്സ്, നമ്മുടെ സൊല്യൂഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ സൊല്യൂഷൻസിനെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെട്ടത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും കൃത്യമായി മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.